ബംഗാളിലെ കുഞ്ഞുവാവ പിന്നെയും വീണതോടെ വീണ്ടും പരിക്കുമേറ്റു. ഇത് എത്ര തവണയായി ഈ വീഴ്ചകൾ? ബംഗാളിലെ വീഴുന്ന മുഖ്യമന്ത്രി എന്ന് വിളിപ്പേരുള്ള മമതാ ബാനർജി ഉരുക്കു വനിത എന്ന് തന്നെ സമ്മതിച്ചു. പക്ഷേ നടക്കുമ്പോൾ ഒന്നെങ്കിൽ തല കറങ്ങി വീഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിമറിഞ്ഞടിച്ച് വീഴും. എന്തായാലും ഒരു പരിക്കും ആശുപത്രിവാസവും ഉറപ്പ്. ഇത്തവണ ദീദി വീണത് നിലത്തൊന്നുമല്ല, ഒരു VIP വീഴ്ച, അതും ഹെലികോപ്റ്ററിനകത്ത്. ശനിയാഴ്ച ദുർഗാപൂരിൽ വെച്ച് അസൻസോളിലേക്കുള്ള യാത്രയ്ക്കായി ഹെലികോപ്റ്ററിൽ കയറിയ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഹെലികോപ്റ്ററിനുള്ളിൽ മറിഞ്ഞു വീഴുകയായിരുന്നു. ഹെലികോപ്റ്ററിൽ കയറിയ ശേഷം ഇറക്കാൻ ശ്രമിക്കവെയാണ് വീഴ്ചയെന്ന് PTI പുറത്തുവിട്ട ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. മമതയെ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചെഴുന്നേൽപ്പിക്കുകയായിരുന്നു. നിസ്സാരമായി പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. വീണതിന് പിന്നാലെ എണീറ്റിരുന്ന മമത അസൻസോളിലേക്കുള്ള യാത്ര തുടർന്നു. സ്വന്തം വസതിയിൽ വഴുതി വീണ് നെറ്റിയിൽ ഗുരുതരമായി പരിക്കേറ്റ് 1 മാസത്തിന് ശേഷമാണ് സംഭവം. അന്ന് പെട്ടെന്ന് തല കറങ്ങിയതായിരുന്നു എന്നാണ് കാരണമായി പറഞ്ഞത്. അന്ന് മമത തന്റെ ഡ്രോയിങ് റൂമിൽ നടക്കുമ്പോൾ പെട്ടെന്ന് വഴി താഴേക്ക് വീണു. അവരുടെ തല ഒരു ഗ്ലാസ് ഷോക്കേസിൽ ഇടിച്ചു. ഇത് നെറ്റിയിൽ ആഴത്തിലുള്ള മുറിവിനും ധാരാളം രക്തസ്രാവത്തിനും കാരണമായി. അതിനു മുന്നേ ജനുവരി 24-ന് കിഴക്കൻ ബർദ്വാനിലെ അവരുടെ പര്യടനത്തിനിടെ കാറിനുള്ളിൽ സംഭവിച്ച അപകടത്തിൽ അവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബർദ്വാൻ നഗരത്തിന് സമീപം മമതയുടെ വാഹനവ്യൂഹം മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ പോകുന്നതിനിടെ മമതയുടെ ഡ്രൈവർ ബ്രേക്ക് ചവിട്ടി അവരുടെ തല ഡാഷ്ബോർഡിൽ ഇടിച്ചു പരിക്കേറ്റു. അതിനു മുമ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിക്കിലും തിരക്കിലും പെട്ട് മമതയുടെ കാൽ ഒടിഞ്ഞത്. ആ കാലം വെച്ചായിരുന്നു അവർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത്. തൃണമൂലിന്റെ ഗർജിക്കുന്ന സിംഹത്തിന് ജോത്സ്യത്തിലൊന്നും വിശ്വാസമില്ലാത്തതിനാൽ ഈ വീഴ്ച അത്ര കാര്യമായി എടുത്തിട്ടുമില്ല. എന്നാൽ ഗർജിക്കുന്ന സിംഹം പലതവണ അടിതെറ്റി വീഴുന്നുണ്ട്. ബംഗാളിന്റെ സിംഹത്തിന്റെ പല്ല് കൊഴിഞ്ഞാൽ പിന്നെ സിംഹം എന്ന വിളിപ്പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഗർജനം പുറത്തു വരില്ല എന്ന് ഓർക്കണം. ഇനി ബംഗാളിൽ ഗർജിക്കാൻ പോകുന്നത് ഇടതുപക്ഷം തന്നെയാണ്. എന്തായാലും മമതയുടെ വീഴ്ചയിൽ ഇടതുപക്ഷം ആനന്ദമൊന്നും കണ്ടെത്തുന്നില്ല. അവർ തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്.